Token number 3, counter 1, counter 2, counter. അത് കൊള്ളാം. ഉള്ള കൗണ്ടർ മുഴുവൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ എടുത്തിട്ട് കൗണ്ടർ അടിക്കും. അയ്യോ അമ്മച്ചി, അമ്മച്ചി എന്നാ അമ്മച്ചി? എടാ ചാച്ചൻ അങ്ങോട്ടുണ്ട്. ഡോക്ടർ പറയുന്നതേ ചാച്ചൻ 1-2 ദിവസത്തിനുള്ളിലേ ഡിസ്ചാർജ് ആകുമെന്നാ. അയ്യോ പോയേ, ഇത് എനിക്കാരുണ്ട്. അമ്മച്ചി അമ്മച്ചി ഡിസ്ചാർജ് എന്ന് വെച്ചാലേ അസുഖം ഭേദമായി 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വരുമെന്നാ. അയ്യോ എന്റെ ഉള്ള ചാച്ചാച്ചോടെ കളഞ്ഞേ. അമ്മച്ചി ചാച്ചൻ പറഞ്ഞപ്പോ കേൾക്കത്തില്ല, ഭയങ്കര വലിയോട് വലിയാന്ന്. നീ അടുത്തല്ലേടാ എനിക്കിരിക്കുന്നേ. ഞാൻ വീട് മേടിച്ചൊടിച്ച് കളഞ്ഞാ പോരായിരുന്നോ? അയ്യോ അത് വീട് വലിക്കുന്ന കാര്യമല്ല, കൂർക്കം വലിക്കുന്ന കാര്യമോ പറഞ്ഞത്. എന്ത് വലിച്ചാലും അവസാനം പുക കാണാതിരുന്നാ മതി. ശരി ശരി. സൈലൻസ്. മിണ്ടായിരുന്നോ കേട്ടോ, അല്ലെങ്കിൽ വായിക്കാത്ത ഞാൻ തുണി കുത്തി കയറ്റും. പറഞ്ഞേക്കാം. കണ്ടോ, നല്ല മരുന്നിനേക്കാൾ ഗുണം ചെയ്യും നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു വാക്ക്. അതെ അതെ അതെ. താനാരാ? തന്നാരാ? തന്നാരയോ? അല്ല ഇത് തരാനാ. ഇതെന്തുവാ? ചീട്ടൻ. ബാബു 72. എന്റെ ചാച്ചനാണ്. ആണോ? ഇതേ ഇത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴേ, അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് പോകാനാ പറഞ്ഞത്, ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞത്. അല്ലേ? അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു 150 രൂപ കൊടുക്കണം. അതാ ലാഭ്. കൊള്ളാം. അതെന്തോന്ന് ലാഭം? എന്റെ ഇരിക്കുന്ന 150 രൂപ ഞാൻ അവിടെ കൊടുത്തു കഴിയുമ്പോ എനിക്ക് അത് നഷ്ടമല്ലേ? അതല്ല പറഞ്ഞത്, പിന്നെ അതാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ലാഭം, അതിന്റെ ചീട്ടായിതെന്ന്. അങ്ങനായിരുന്നു. കൂടാരൊന്നും പറയാനില്ല, ഒരു ചെറിയ ഷെഡ്. വീടിന്റെ പണി നടക്കുമല്ലേ, അതുകൊണ്ടാ. തന്റെ വീടിന്റെ കാര്യമല്ലേ ചോദിച്ചത്? പിന്നെ അച്ഛന്റെ കൂടെ ആരാ ഇരിക്കുന്നതാ ചോദിച്ചത്? ചാച്ചന്റെ കൂടെ അപ്പുറത്തെ ബെഡിലെ ചേച്ചിയായിരിക്കുന്നത്. താൻ എന്തേലും വന്നതാ? ഞാൻ കൂടെ ഇരിക്കാൻ വന്നതാ. ആണോ? എന്തായിരുന്നു അസുഖം? അങ്ങനെ പറയാനായിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ എന്തോ വട്ടച്ചൊറിയോ? അല്ലല്ലല്ല, ഇവിടെ ഇങ്ങനെ അപ്പന്മാർക്ക് വരുന്ന രോഗം ഉണ്ടല്ലോ, അപ്പൻഡീസ്. അപ്പൻഡീസ്. അയ്യോ, ക്യാൻസർ ചെയ്തപ്പോഴാ മനസ്സിലായത്. സ്കാൻ ചെയ്തപ്പോഴാ അച്ചാച്ചന്റെ ഒക്കെ വയറ്റില് ഈ വലുപ്പത്തിൽ ഒരു മഴ. പക്ഷെ ഇതിന് 2 പേരല്ലേ? എന്തുവാ? വയറ്റിനകത്ത് കിടക്കുമ്പോഴാണ് അപ്പൻഡീസ്, പുറത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും സക്സസ്. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു സക്സസ് ആണ്. ഓപ്പറേഷൻ വിജയിച്ചെന്ന് പറഞ്ഞതാ. അതാണ് പറഞ്ഞത്. ബാബു എന്തോ പറയുന്നത്? അച്ഛനിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്താ? ചാച്ചന്റെ വായിലേ പഴവാ. അതെന്നാ? ഡോക്ടർ പറഞ്ഞു പഴം ഇഷ്ടം പോലെ കഴിക്കണമെന്ന്. ആണോ? ഏത് വാർഡിലാ? പുളിക്കീട് 2-ാം വാർഡ്. അങ്ങനെ ഒരു വാർഡ് ഇവിടെ ഇല്ലല്ലോ. അയ്യോ അത് ഞങ്ങളുടെ വാർഡാ. എന്താ ചോദിച്ചേ? അതെ, പഞ്ചായത്തിൽ നിന്ന് ഒരു ലോൺ ഉണ്ട്, അത് പറയാനായിരുന്നു. ആണോ? അല്ല, നിങ്ങളുടെ അച്ഛൻ ഏത് വാർഡിലാ കിടക്കുന്ന ചോദിച്ചത്? അയ്യോ 5-ാം വാർഡിലാ. 5-6 വാർഡ്? അല്ല 5-6-ാം വാർഡിൽ. ആണോ? തീറ്റി എടുത്തായിരുന്നോ? പിന്നെ 2 വട ഒരു ചായം കയറ്റിയതാ. തീറ്റി എടുത്തായിരുന്നോന്നല്ലേ ചോദിച്ചേ? പിന്നെ തീറ്റി ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? അതൊക്കെ വാർഡ് വെച്ച് എടുത്തായിരുന്നോ? പിന്നെ നിങ്ങളുടെ അച്ഛനെ ഒരു പാരസെറ്റമോൾ കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ചാച്ചനോ? സത്യമാണോ പറയുന്നത്? നിങ്ങളോട് ഞാനിതിന്റെ കള്ളം പറയുന്നത്? പണ്ട് എനിക്ക് പന്നക്കളവന് സംശയം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ആശുപത്രിയിൽ അവസാനം ഒരു ബില്ല് തരുമല്ലോ, അത് ആ മോളെ കൊണ്ട് ഞാൻ മുഴുവൻ കുഴച്ച് കൊടുപ്പിക്കും. ഏത് മോള്? പാരസിറ്റമോള്. കഴിക്കുന്ന ഗുളിയുടെ പേരാണ് പാരസിറ്റമോള്. ആണോ? നിങ്ങളുടെ നമ്പർ എന്തോ പറഞ്ഞേ? 8921545016. ഭയങ്കര സ്പീഡാണല്ലോ. എനിക്കും എന്റെ നമ്പർ ഭയങ്കര സ്പീഡാ. ഈ നമ്പർ മേടിച്ചതേ രാത്രി എന്തെങ്കിലും എമർജൻസി വരുവാണെങ്കിൽ വിളിക്കാൻ വേണ്ടിയാ. എന്നാ 12 മണിക്ക് ശേഷം വിളിച്ചാൽ മതി. അതെന്തിനാ? എന്റെ പെണ്ണുമ്പോൾ അപ്പോഴേ കിടന്നുറങ്ങത്തുള്ളൂ. അയ്യോ അതിനൊന്നും അല്ല. നിങ്ങളുടെ അച്ഛന് രാത്രി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതിന് വിളിക്കാനാ. ഞാനത് ഒരു റൗണ്ട്സിന് പോയിട്ട് വരട്ടെ. റൗണ്ട്സിന് പോലെ ഇവരെന്നെ മരണക്കെട്ട ഒരു ബൈക്ക് ഓടിച്ചു വേണം. അയ്യോ ഡോക്ടർ ഗുണസ്തേ. എപ്പോ വന്നായിരുന്നു? ഞാൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. സമയം എന്തായി? 9:35. ഈ വയറ്റിലല്ലോ ബ്ലോക്കേ? ഒരു പരം കഴിച്ചാൽ മാറാവുന്നതല്ലേ ഉള്ളൂ. അതെന്തുവാ വയറ്റിലെ ബ്ലോക്ക്? അതല്ലെന്ന്. പിന്നെ വയറ്റിലെ വണ്ടിത്തിരക്കാരന് താമസിച്ചത്. അതാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് എവിടെ ആയിരുന്നു? കുറച്ചാള് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചാള് കോട്ടയത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ശരിയാകാതെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇത് 2 മണിക്കൂറത്തെ കേസ് കേട്ടേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തു തരാം. 2 മണിക്കൂറേ ഉള്ളൂ. ഇവിടെ വന്നപ്പോ എല്ലാരും പറഞ്ഞു കേട്ടോ. പറഞ്ഞോ? പറഞ്ഞു. എന്നെ തിരക്ക് ശരിക്കും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് ടച്ച് ചെയ്ത കാര്യം തീർന്നു. ആണ്. പിന്നല്ലാതെ അതൊക്കെയാണല്ലോ ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും മറ്റും കിട്ടത്തുമില്ലല്ലോ. ഇത് പിടിച്ചേ. ഇതെന്തുവാ? 120 പേപ്പറാണ്. ആദ്യം ഈ കസേര പേപ്പർ മേടിച്ചിട്ട് അതിന് പ്രൈമർ അടിക്കണം. ഞാനോ? പിന്നല്ല ആര്? പേപ്പർ മേടിക്കാതെ പ്രൈമർ അടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പെയിന്റർ ആയിരുന്നു. അപ്പൊ ഡോക്ടർ താനോ? താൻ എവിടുത്തെ ഡോക്ടറാ? ഒരു ലുക്കും ഇല്ലാത്ത തന്നെ കയറി എനിക്ക് ഡോക്ടറായിട്ട് വിചാരിക്കാങ്കിലേ എന്നെ തനിക്ക് ഡോക്ടറായിട്ട് അംഗീകരിക്കാം കേട്ടാ. അതെ
നിങ്ങൾ ഈ പെയിന്റിംഗ് പണിയൊക്കെ എങ്ങനെ മൊത്തത്തിൽ എടുത്തങ്ങ് ചെയ്യുവാണോ? പിന്നല്ലാതെ ഞാൻ പണ്ട് തൊട്ടേ പെയിന്ററാ. ആണല്ലേ? ഈ ഒരു ദിവസത്തെ പെയിന്റിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്? സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ വരും, എന്നിട്ടൊരു കോട്ടർ അങ്ങ് അടിക്കും. കോട്ടറോ? അല്ലല്ല, ഒരു പെയിന്റ് മുക്കി ആദ്യം ഒരു കോട്ടടിക്കും, അങ്ങനെ പിന്നെ രണ്ടാമതൊരു കോട്ടടിക്കും, അങ്ങനെ ഫിനിഷ് ആക്കും. എന്തായാലും ഞാൻ പോയി മരുന്ന് മേടിച്ചോണ്ട് വരാം. അപ്പൊ പിന്നെ ഇവിടെ പെയിന്റ് അടിക്കാൻ അങ്ങ് തകർക്ക് കേട്ടാ. ഓ ഓ ഓ പള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമിഴിയെ കാതിൽ മെല്ലെ നീ ചൊല്ലുമോ. ഇത്ര ചൊല്ലിയാ മതിയോ? അയ്യോ, ഇത് ചില്ലക്ഷരം മൊത്തം ഉണ്ടല്ലോ. ഇതെവിടുന്ന പുതിയൊരു അക്ഷരം കൂടെ. ഇന്നലെ ഒരാൾക്ക് ഇഞ്ചക്ഷൻ മാറിക്കൊടുത്ത് അവിടുന്ന് കിട്ടിയതാ. എന്നാലും ഇത് ഭയങ്കര പവർ തന്നെ ഇത്. നീ വന്നേ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. കൈവിട്ട മനുഷ്യ, എന്താ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. എടി നിന്റെ ഭർത്താവല്ലേ ഞാന്? ഭർത്താവൊക്കെ അങ്ങ് വീട്ടില്. അപ്പൊ നിനക്ക് വേറെ ഭർത്താവുണ്ടോ? അതല്ലെന്ന്, പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ബന്ധുക്കൾക്കാർക്കും പണി കൊടുക്കരുത് സൂപ്രണ്ട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടും ഭാര്യയും ഭർത്താവും ഇവിടെ ആരും അറിയരുത്. അതുപോലെ തന്നെയല്ലേ വീട്ടിലും? അല്ല, അങ്ങനെ തന്നെ നിൽക്കാം ഞാൻ ഇവിടെ. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, എന്നാ ഞങ്ങൾ പോവാണ്. ആരും അറിയരുത് കേട്ടോ. എന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിക്കണായി. എന്നോട് മിണ്ടാൻ പോലും വന്നേക്കരുത്. ഓ, ഇടയ്ക്ക് വിളിക്കുന്നതിന് എന്തോ കുഴപ്പം. ഓക്കെ എന്നാ ശരി. എന്നാ പണിയായി കാണിക്കുന്നത്? കസേരയ്ക്ക് പ്രൈമർ അടിക്കുന്ന കുഴപ്പമാണോ? അതല്ല, ആ സിസ്റ്ററോട് താൻ എന്തോ പറഞ്ഞത്? അത് പരിചയമുള്ള. അങ്ങനെ പരിചയപ്പെടാനൊന്നും നിൽക്കണ്ട. അതെന്നാ? അവിടെ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. ആര്? ഞാന്. താനാരാ? കാമുകൻ. കാമുകൻ? അത് തനിക്ക് അവളെ അറിയോ? അവളെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പ്രകടനത്തിലായത്. എടോ, അവരുടെ വീട്ടുകാരറിഞ്ഞാണ്ടല്ലോ ഭയങ്കര പ്രശ്നമാ. അതിന് താനെന്തിനാ ഭീമന്റെ കൂന്റെ ഫിഗർ പിടിക്കുന്നത്? തനിക്കറിയാം, അങ്ങനെ 6-7 അടി പൊക്കം ഉണ്ട്. ഒറ്റയടിക്ക് അവന്റെ 7 അടി പൊക്കം, ഞാൻ 1.5 അടി പൊക്കം ഒക്കെ കുറച്ചെങ്കിലും കേട്ടോ. പക്ഷെ എന്നാൽ ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കട്ടെ? ഇങ്ങോട്ട് നോക്കിയേ, ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ചാറ്റ് ചെയ്യും. ആണോ? പിന്നെ ഒന്നും വേണ്ട, എനിക്ക് വിശ്വാസം വരുന്ന രീതി ഞാൻ പറയാം. ഇപ്പൊ അവൾ ഇതിലേ വരും, എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കും. കാണോ? അത് ചുമ്മാ കാണോ? എനിക്ക് കാണണം. കാണോ? വെച്ച് നോക്കുന്നോ? വെച്ച്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് അറിയണല്ലോ. ഓക്കെ ഓക്കെ. നീ ഇവിടെ ഇങ്ങനെ പഴം പോലെ നിന്നാലേ നിനക്കത് കാണാൻ പറ്റുമോ? ഇല്ല. എവിടെയെങ്കിലും പോയി ഒളിച്ചു നിൽക്കണം, എന്നല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്കൊന്ന് കാണാം. കാണാം. ഒന്ന് കാണിക്കാം. അവള് പറഞ്ഞേ. അവള് വരല്ലേ ദൈവമേ. പെട്ടെന്ന് പറഞ്ഞേ. വരല്ലേ. അയ്യോ, ദാ വരുന്നേ. അയ്യോ സിസ്റ്റർ, എന്റെ കണ്ണ് കരണ്ട് പോയി. ഈ കണ്ണ് കരണ്ട് പോയി. ഈ കണ്ണില് അയ്യോ. അപ്പൊ നീ എന്നെ വഞ്ചിക്കുവായിരുന്നല്ലേ? നീ എന്തിനാണ് എന്റെ പെണ്ണിനെ തല്ലുന്നത്? അയാൾ എന്റെ കെട്ടിയാനോ? അപ്പൊ 2 പേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ എന്നെ പറ്റിക്കുവായിരുന്നല്ലേ? വഞ്ചകി. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നാണമില്ലാതെ നിൽക്കുന്നത്? എനിക്ക് മര്യാദക്ക് ആ ചാച്ചന്റെ ഡിസ്ചാർജ് ചെയ്താ എനിക്ക് ചാച്ചനെ കൊണ്ട് വീട്ടിൽ പോകണം. നിങ്ങളുടെ ചാച്ചൻ ഡിസ്ചാർജ് മേടിച്ചോണ്ട് പോയല്ലോ. ആരുടെ കൂടെ? അപ്പുറത്തെ ബെഞ്ചിൽ ചേച്ചിയുടെ കൂടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.